ഹായ്, സൂര്യ സിന്ധു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജ്വൽസിൻ്റെ എറണാകുളം MG റോഡിലുള്ള വുഡ്ലാൻഡ് ജംഗ്ഷനിലുള്ള ബ്രാഞ്ചിലാണ് കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒന്നും കൂടി നമ്മളുടെ ഷോറൂം മനസ്സിലാവാനാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് പുതിയൊരു കളക്ഷൻ, അതായത് ബാങ്കുകളുടെ ഒരു കുറച്ച് കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പെയറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം ആ വെഡ്ഡിങ് കസ്റ്റമറെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ ഈ ഡിസൈൻ വന്നിട്ടുള്ളത്. ഒത്തിരി പേർക്ക് ഈ വളകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല നല്ല ഡിസൈനാണ്. അത്യാവശ്യം കുറേ വളകൾ സെയിലായി എങ്കിലും ഞാൻ ഒരു കുറച്ച് വളകൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണേ. ഇതുണ്ടോ, ഇതുപോലെ ഇത്രയും ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള റൂബി കളറിൽ അല്ലെങ്കിൽ ഒരു മെറൂൺ കളറിലെ സ്റ്റോൺ വെച്ചിട്ട് വരുന്ന അത്യാവശ്യം പോഴ്ചയുള്ള ഈ വെഡ്ഡിങ് കസ്റ്റമർക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കുറേ വളകൾ ഇട്ട പോലെ തോന്നിപ്പിക്കണം, കൈ രണ്ടും നിറഞ്ഞു നിൽക്കണ പോലെ തോന്നിപ്പിക്കണം. അപ്പം നമ്മൾക്ക് സാധാരണ നോർമൽ വളകളേക്കാൾ നല്ലത് ഇതുപോലെയുള്ള വീതി അത്യാവശ്യമുള്ള വളകളാണ് നല്ലത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ പെയർ ചെയ്ത് വരുന്നു. അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ വളകൾ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഒരു കൈ നിറച്ചിടാനുള്ള ആ ഒരു ലുക്ക് കിട്ടാനുള്ള എളുപ്പമുണ്ട്. അപ്പം അതിനുള്ള ഡിസൈൻസാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞു വരുത്തിയെടുത്തതാണ്. കണ്ടോ, ഇങ്ങനെ കുറേ വളകളുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിച്ചു തന്നേക്കാന്ന് കരുതി. എന്തായാലും ഈ വള വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആയിരുന്നു. കണ്ടോ, നല്ല ഭംഗിയില്ലേ. പിന്നെ സ്റ്റോൺ ഇല്ലാതെ വേണമെന്നെങ്കിലും നമ്മുടെ കയ്യിൽ വളയുണ്ട്. ഇത് സ്റ്റോൺ ഇല്ലാതെ പ്ലെയിനായിട്ട് തന്നെ വർക്ക് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വീതിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ വളകളുണ്ട്. ഇത് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് കേട്ടോ. കാരണം ചിലവർക്കൊക്കെ 2.6 വള കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, 2.6, 2.8 പക്ഷെ അങ്ങനെയുള്ള വളകൾക്കും അത്യാവശ്യം കളക്ഷൻ ഇപ്പോൾ നമ്മുടെ ഷോപ്പിലുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇങ്ങനെയുള്ള നല്ല ഡിസൈനുള്ള വളകൾ. ഇത് വന്നപ്പോൾ തന്നെ ഞാൻ എന്തായാലും ഒന്ന് എല്ലാവരെയും കാണിച്ചേക്കാന്ന് കരുതി. ഒരു തടവള പോലെ ഒറ്റയ്ക്കിടാവുന്ന വളയുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വളയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചെട്ടിനാട് കളക്ഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ യെല്ലോ ഷെയ്ഡിലല്ല ഈ വളയൊന്നും വന്നിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ സാരികളൊക്കെ ഒരു കോപ്പർ ടൈപ്പ് ഡൾ ഫിനിഷിലെ ആയിരിക്കുമല്ലോ കസവിൻ്റെ ഒക്കെ കളർ വരുന്നത്. അതുകൊണ്ട് നമ്മൾ മഞ്ഞ കളറിൽ വളകളുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ കുറച്ചും കൂടി നമ്മളിത് റെഡിഷ് ആയിട്ടുള്ള ചെട്ടിനാട് കളക്ഷനിലേക്കൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. കണ്ടോ, അപ്പം നമുക്ക് വേറെ ഒന്നുമല്ല, കുറേ പേർക്കെന്ന് പറയുന്നത് ഇത് സ്വർണം പോലെ. ഇപ്പം നമ്മൾ ഒരു ജ്വല്ലറിയിൽ ആഭരണം സെലക്ട് ചെയ്യാൻ വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നിർബന്ധമായും ഒന്ന് സ്വർണ്ണക്കട അല്ലെങ്കിൽ ജ്വല്ലറിയിൽ യഥാർത്ഥ സ്വർണ്ണക്കടയിൽ പോയിട്ട് ഒന്ന് ഡിസൈനുകൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള ഡിസൈനും അല്ലെങ്കിൽ അതിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. കാരണം എനിക്കിപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒത്തിരി കസ്റ്റമർ ഗോൾഡ് ഷോപ്പിൽ പോയിട്ട് ഒരു മാലയാവും അല്ലെങ്കിൽ 2-3 മാലകൾ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇടാനുള്ള മാലകളായിട്ടും വളകളായിട്ട് എടുക്കാൻ വരുന്നവർക്ക് കറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇത് തന്നെ ഞങ്ങൾ ജ്വല്ലറിയിൽ കണ്ടിരുന്നു, ഒരു വ്യത്യാസവും ഈ വർക്കിലൊന്നും തോന്നുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അഭിപ്രായം അവരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എടുക്കാനും കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ജ്വല്ലറി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങും മുമ്പ്, പാലക്കാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ശരിക്കും ഒരു ജ്വല്ലറിയിൽ പോയിട്ട് ഡിസൈനുകളൊക്കെ ഇടയ്ക്കൊന്ന് പോയി നോക്കിക്കോ. അത് നമുക്കും ഒരു മാനസികമായിട്ട് സ്വർണം പോലത്തെ സെയിം ഡിസൈൻ തന്നെയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇപ്പോൾ നമ്മുടെ ആഭരണങ്ങൾ, പാലക്കാട്ടിൻ്റെ ആഭരണങ്ങൾ ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ പരസ്പരം ഷെയർ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എല്ലാവർക്കും സ്വർണമാണ് എന്ന് എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ആരും ഇത് പാലക്കാട്ടിൻ്റെ ആഭരണമാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നവർ തുല്യ കുറവാണ്. അപ്പം ഞാൻ തന്നെ എൻ്റെ മാലയൊക്കെ സ്വർണ്ണമല്ല എന്ന് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടല്ലോ, അത് സ്വർണ്ണമാണ് എന്ന് കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പം അതുകൊണ്ട് സ്വർണത്തിൻ്റെ ഡിസൈനാണ്, അത് ഒരിക്കലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഇടയ്ക്കൊന്ന് ജ്വല്ലറികളിൽ പോയി അവിടെ ഇരിക്കുന്ന ആഭരണങ്ങളുടെ ഡിസൈനും കളറും പാറ്റേണും ഒക്കെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും
ഇന്നത്തെ ഈ ഒരു ചെറിയ കാര്യം, അതായത് ഈ കുറച്ച് വളകളുടെ വിശേഷം പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണാൻ ഷെയർ ചെയ്യാൻ വേണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരുന്ന നല്ല നല്ല ഡിസൈനുകൾ ഞാൻ തീർച്ചയായും വീഡിയോ ചെയ്തിരിക്കും, നിങ്ങളെ കാണിച്ചു തന്നിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും വീഡിയോ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ടുള്ളവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളവർക്കൊക്കെ എന്നെ നേരിട്ട് വിളിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.